ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷാ ഫോക്കസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുരിങ്ങയില വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ പരിപ്പ് വടയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇനി നമ്മുടെ ഈ സ്പെഷ്യൽ പരിപ്പ് വട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു കപ്പ് പരിപ്പ് 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുത്തതാണിത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയത്. പിന്നീട് നമുക്ക് വേണ്ടത് ഒരു കപ്പ് മുരിങ്ങയിലയാണ്. ഞാനിവിടെ ഒരു കപ്പ് മുരിങ്ങയില കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതാണ്. പിന്നീട് ഇതിൽ വേണ്ടത് കുറച്ച് റവയും കുറച്ച് കടലപ്പൊടിയും ഒരു മുട്ടയുമാണ്. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് കുതിർത്തി വെച്ച കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള, കഴുകി വൃത്തിയാക്കി വെച്ച മുരിങ്ങയില എന്നിവയും ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി എന്നിവയും ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് 2 ടേബിൾ സ്പൂൺ റവയും 2 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ റവയും കടലപ്പൊടിയും നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്തതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർക്കുന്നുണ്ട്. മുട്ടയും ചേർത്ത ശേഷം നമ്മളിത് കൈ വെച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നിയാൽ ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിത് ഇപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് ഒരു മീഡിയം സൈസ് ബോൾ പോലെ ഉരുട്ടിയെടുക്കുകയാണ്. ഈ ഉരുട്ടിയെടുത്തത് നമ്മുടെ കൈപ്പത്തിയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. ഇതിൻ്റെ നടുഭാഗം പൊന്തി നിൽക്കുന്നതാണ് ശരിക്കും പരിപ്പ് വടയുടെ ഒറിജിനൽ ഷേപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ച പരിപ്പ് വട ഓരോന്നായി പാനിലേക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഒരു ഭാഗം നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് മറുഭാഗവും നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പരിപ്പ് വട 2 ഭാഗവും നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ മുരിങ്ങയില വെച്ചിട്ടുണ്ടാക്കിയ സ്പെഷ്യൽ പരിപ്പ് വട റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. Thank you for watching. Subscribe now and press the bell icon. Never miss an update.